Hello dear students, so നമ്മൾ ടിപ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ ഏറ്റവും അതേപോലെ ഓണം എവിടെ യൂസ് ചെയ്യാന്നുള്ളതിനുള്ള ചെറിയ ചെറിയ ടിപ്പും ട്രിക്സും ആണ് പഠിച്ചത് അല്ലേ. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഒറ്റ പ്രപ്പോസിഷൻ കൂടിയാണ്, അതാണ് ഇൻ അല്ലേ. ഇൻ എവിടെയാ യൂസ് ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ രണ്ട് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പ്രപ്പോസിഷൻസ് ഓഫ് പ്ലേസിലും പ്രപ്പോസിഷൻസ് ഓഫ് ടൈംസ് എന്ന ക്ലാസ്സിലും നമ്മൾ ഇൻ എവിടെയാ യൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അത് ഓർത്തെടുക്കാനുള്ള കുഞ്ഞു ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇൻ എവിടെ യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇന്ന് പഠിക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു ടിപ്പ് ഉണ്ട്, അതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. ഇനി ഇൻ പഠിക്കാനുള്ള ടിപ്പ് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻ മൈ ഷുഗർ കൊളസ്ട്രോൾ BP. ഓക്കെ, ഇൻ മൈ ഷുഗർ കൊളസ്ട്രോൾ BP. പൊതുവെ എല്ലാവർക്കും വരുന്ന 3 അസുഖങ്ങളാണ് ഷുഗറും കൊളസ്ട്രോളും BPയും അല്ലേ. അതിന് മുന്നേ ഇൻ മൈ എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇൻ എവിടെയാ യൂസ് ചെയ്യുക? മൈ ഷുഗർ കൊളസ്ട്രോൾ BP. ഇതെങ്ങനെയാ യൂസ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇൻ എന്നുള്ളത് ഓൾറെഡി പ്രപ്പോസിഷൻ ആണ്, നമുക്കറിയാം. ഇനി മൈ ഷുഗർ കൊളസ്ട്രോൾ BP എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, മൈ എന്ന് പറയുന്നത് MY എന്നുള്ള സ്പെല്ലിംഗ് ആണ് അല്ലേ. M stands for months. മന്ത്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുക. ഇൻ ജാനുവരി, ഇൻ മാർച്ച്, ഇൻ മെയ് എന്ന് വേണം പറയാനായിട്ട്. അതേപോലെ വൈ എന്ന് പറഞ്ഞാലോ ഇയേഴ്സ് ആണ്. കൊല്ലങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുക. ഇൻ 2009, ഇൻ 2019, ഇൻ 1957 അല്ലേ. അവിടെ നമ്മൾ ഇൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഇൻ മൈ എന്താണെന്ന് മനസ്സിലായി. M is for months, വൈ എന്ന് പറയുന്നത് ഇയേഴ്സ് ആണ്. ഇനിയുള്ളതാണ് നമ്മുടെ ഷുഗറും കൊളസ്ട്രോളും BPയും. ഇതെന്താ നമുക്ക് നോക്കാം. ഷുഗറിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? S ആണ് അല്ലെ. അപ്പം ഈ S എന്ന് പറയുന്നത് സീസൺസ് ആണ്. എന്താണ്? സീസൺസ് ആണ്. ഇൻ സമ്മർ, ഇൻ വിന്റർ, ഇൻ റെയിനി സീസൺ എന്നൊക്കെയല്ലേ നമ്മൾ പറയാറ്. യെസ്, അവിടെയാണ് നമ്മൾ ഇൻ യൂസ് ചെയ്യുന്നത് അല്ലെ. ഷുഗർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ലെറ്റർ നോക്കുക, S ആണ്. S എന്ന് പറഞ്ഞാൽ എന്താണ്? സീസൺസ് ആണ്. അടുത്തതാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? C ആണ്. C എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സെഞ്ചുറീസ് ആണ് അല്ലെ. സോ ഇൻ 100th century, ഇൻ ദ 21st century അല്ലെ. 100th century നമ്മൾ എത്തിയിട്ടില്ല. സോ സെഞ്ചുറീസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പൊതുവെ 19th century, 17th century എന്നൊക്കെ പറയാറില്ലേ. ആ സമയത്ത് നമുക്ക് ഇൻ യൂസ് ചെയ്യാം. ഇൻ 17th century, ഇൻ 21st century എന്ന് പറയാം. ഓക്കെ, സോ ഈ കൊളസ്ട്രോളിന്റെ വേറൊരു വേർഡ് ഏതാണ്? ഡയബറ്റീസ് എന്ന് പറയാറില്ലേ. ആക്ച്വലി ഡയബറ്റീസ് എന്നുള്ളൊരു വേർഡിനും കൂടി നമുക്ക് ഇവിടെ ആക്ച്വലി യൂസ് ചെയ്യാവുന്നതാണ്. ഡയബറ്റീസിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? D ആണ്. അപ്പം D വെച്ച് തുടങ്ങുന്ന ഒരു വേർഡാണ് ഡെക്കേഡ്സ് അല്ലെ. ഇൻ ദ 10th decade, 100th decade. അപ്പം ഓരോരോ 10 കൊല്ലത്തിനാണ് നമ്മൾ ഡെക്കേഡ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി പറയുമ്പോഴും നമ്മൾ ഇൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഷുഗർ കഴിഞ്ഞു. ഇനി അടുത്തത് കൊളസ്ട്രോളും നമ്മൾ പഠിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് BP. BP എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് പ്രഷർ ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് BP എന്ന് പറഞ്ഞാൽ ബിഗ് പ്ലേസ് എന്നാണ്. എന്താ പറയാ? ബിഗ് പ്ലേസ്. വലിയൊരു സ്ഥലത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞതല്ലേ. യെസ്, ഒരു ഡിസ്ട്രിക്റ്റിനെ പറ്റി പറയുമ്പം, ഒരു സ്റ്റേറ്റിനെ പറ്റി പറയുമ്പം, കൺട്രീനെ പറ്റി പറയുമ്പം, അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റിനെ പറ്റി പറയുമ്പോൾ ഒക്കെ നമ്മൾ ഇൻ എന്നുള്ളൊരു പ്രപ്പോസിഷൻ ആയിരിക്കും യൂസ് ചെയ്യുക. ഇൻ കേരള, ഇൻ ഇന്ത്യ, ഇൻ ഏഷ്യ അല്ലെ. സോ ആ സമയത്തെല്ലാം നമ്മൾ ഏറ്റവും ഓൺ ആണോ യൂസ് ചെയ്യുക? അല്ല, അവിടെയെല്ലാം നമ്മൾ ഇൻ എന്നുള്ളൊരു പ്രപ്പോസിഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ ഇൻ എവിടെയാ യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടി ഒരു ചെറിയ ഒരു ടിപ്പാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇൻ മൈ ഷുഗർ കൊളസ്ട്രോൾ BP അല്ലെ. സോ ഇൻ മൈ ഷുഗർ കൊളസ്ട്രോൾ BPയിൽ M എന്ന് പറയുന്നത് മന്ത്സ് ആണ്, Y എന്ന് പറയുന്നത് ഇയർ ആണ് അല്ലെ. സോ S എന്ന് പറയുന്നത് ഷുഗറിന്റെ ഫസ്റ്റ് ലെറ്റർ ആയ S എന്ന് പറയുന്നത് നമ്മൾ സീസൺസിനെയാണ് ഉദ്ദേശിച്ചത്. കൊളസ്ട്രോളിന്റെ C എന്ന് പറയുന്നത് സെഞ്ചുറീസിനെയാണ് ഉദ്ദേശിച്ചത്. BP എന്ന് പറയുന്നത് ബിഗ് പ്ലേസിനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഇൻ യൂസ് ചെയ്യാറ് അല്ലെ. സോ ഇൻ എവിടേക്കാണ് യൂസ് ചെയ്യാം? മന്ത്സിനെ പറ്റി പറയുമ്പം, ഇയേഴ്സിനെ പറ്റി പറയുമ്പം, ഷുഗറിന്റെ S ഫസ്റ്റ് എന്താണ്? S ആണ്. അതെന്താണ്? സീസൺസിനെ പറ്റി പറയുമ്പം. പിന്നെ കൊളസ്ട്രോൾ വന്നു, അത് C ആണ്. സെഞ്ചുറീസിനെ പറ്റി പറയുമ്പം. പിന്നെ BP എന്ന് പറഞ്ഞാൽ ബിഗ് പ്ലേസ്, ബിഗ് പ്ലേസിനെ പറ്റി പറയുമ്പം. ഈ 5 സാഹചര്യങ്ങളിലും നമ്മൾ ഇൻ എന്നുള്ള പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഈ ചെറിയൊരു ടിപ്പ് പഠിക്കുമ്പോൾ തന്നെ, ഈ ഒരു ചെറിയൊരു മാജിക് സെന്റൻസ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും ഇത് എവിടേക്കാണ് യൂസ് ചെയ്യാന്നുള്ളത് അല്ലേ. സോ ഓൾറെഡി ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞ് ഇത് കേൾക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയും കിട്ടും അല്ലേ. പഠിച്ചതെല്ലാം ഓർത്തെടുക്കാനുള്ള ഒരു ചെറിയൊരു ട്രിക്കായിട്ട് നിങ്ങൾക്ക് ഇതിനെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്കിനി അടുത്ത ടിപ്പായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുമ്പോൾ ഓർത്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, സോ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പേഴ്സണൽ ട്യൂട്ടറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്താലും മതി കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത ടിപ്പിൽ കാണാം. അത് അടുത്ത ക്ലാസ്സിലായിരിക്കും കേട്ടോ. സോ ചിൽഡ്രൻ, ടേക്ക് കെയർ ഡിയർ സ്റ്റുഡൻസ്. ബൈ ബൈ.